ഇങ്ങനെ ഇരിക്കുന്ന പെട്ടിയെ നമുക്കിത് ഇങ്ങനെ ആക്കി എടുത്താലോ? പേനയും പെൻസിലൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസർ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഈ ഒരു ബോക്സ് എടുത്തിട്ട് വന്നത്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ പണ്ടോട്ടേ ഉള്ള ഈ ഒരു പെട്ടിനെ കുറിച്ച് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ഇതിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് പേനേൻ്റെ ഇങ്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബോക്സിൽ ഞാൻ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഇങ്കൊക്കെ കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോക്സിനത് ഇവിടെ ക്ലീൻ ആക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ഇങ്ക് പോകണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ 4 സൈഡിലും ഇതുപോലെ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്റ്റിക്കർ അങ്ങ് പറിച്ചെടുക്കാം. ഇപ്പം ആ സ്ഥലം ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കലാപരിപാടികൾ ചെയ്യാം. ഇനി ഒരു പ്ലെയിൻ പേപ്പറിലോട്ട് റെഡ് കളർ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കും. ആ ഒരു പേപ്പർ ഞാൻ സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ബ്ലാക്ക് യാൺ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു ബോ ഉണ്ടാക്കി അതും സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഞാനൊരു വിൻറ്റേജ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ബോക്സിന് മേക്കോറോടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനകത്തോടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഞാൻ ഈ ഒരു ബ്രഷ് പെൻസ് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തെ എൻ്റെ കുറച്ച് എസ്തെറ്റിക് പെൻസും ഇപ്പുറത്തെ എൻ്റെ ബ്ലാക്കും റെഡും പേനയും പെൻസിലും ഒക്കെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തെ സ്കെച്ചും ബ്ലൂ പെന്നും വൈറ്റ്നറൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ബ്രഷ് പെൻസും പേനയും പെൻസിലും എല്ലാം ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ഒരു പെട്ടി ഞാൻ ഇവിടെ മേക്ക് ഓവർ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.